ഹായ്, എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആക്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കോളേജിലുള്ള കുട്ടികൾക്കും പുറമെ ചില കുട്ടികൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും ഒരു ജോലിക്ക് വേണ്ടി കിട്ടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറച്ച് കുട്ടികൾ വളരെ ചെറിയ കാരണങ്ങളാൽ കുട്ടികളെ ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുന്നില്ല, അവർക്ക് ജോലിക്ക് കയറാൻ കഴിയുന്നില്ല എന്ന സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി കുറച്ച് പോയിൻറ്റ്സ് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ച് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടാവുമായിരിക്കും. അത് യൂസ്ഫുള്ളായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾ കൃത്യമായിട്ട് എല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് A to Z ലാസ്റ്റ് വരെ കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഗുണകരമായി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഇൻ്റർവ്യൂ പാസ്സാവണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യും, എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിന് നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ, എങ്ങനെ നമ്മളെ സെലക്ട് ചെയ്യണമെന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, വേണ്ടേ? യെസ്. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻ്റർവ്യൂ ഹാളിലോട്ട് കയറുന്നതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹാളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ സാധാരണ ഉറപ്പായിട്ടും പുറത്ത് ആ സ്ഥാപനത്തിൻ്റെ ആരെങ്കിലും ഒരാളുണ്ടാവുമായിരിക്കും പുറത്ത്. അവരായിരിക്കും കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പേര് വിളിച്ച് അകത്തോട്ട് കയറ്റി വിടുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ പേര് വിളിച്ച് ഇൻ്റർവ്യൂ ഹാളിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തിയാൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ ഹാളിൽ കയറുന്നതിന് മുന്നേ ഉറപ്പായിട്ടും അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നമ്മൾ കയറുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ വൺസ് നമുക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഹാളിനകത്തോട്ട് പ്രവേശിക്കുക. അതിനിടയിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ താങ്ക് യു പറയേണ്ട ആവശ്യമായിട്ട് അങ്ങനെ കേൾക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അവരിയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ താങ്ക്സ് പറയണം. ഓക്കെ, മിക്കവാറും ഒരു 99% ഇൻ്റർവ്യൂവിന് പാനലിൽ ആൾക്കാർ ഹാളിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, തൊട്ടടുത്ത് കുഞ്ഞു റൂമിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഒരു വലിയൊരു ഹാളിൽ ഏകദേശം നമുക്ക് കുറച്ച് നടന്നു പോയാലേ അവരുടെ അടുത്ത് എത്തത്തുള്ളൂ എന്ന രീതിയായിരിക്കാം. അത്രയും ദൂരം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗെറ്റ് പെർമിഷൻ, ദെൻ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുടെ അടുത്തോട്ട് പോയിട്ട് നമ്മൾ ഒരു കൈ അളവിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ ആ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ അവിടെ നിൽക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അതിനിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നോയ്സായിട്ട് ഫീൽ ചെയ്യരുത്. ഒരു കാരണവശാലും കഴിഞ്ഞാലും അവർ ഫ്രണ്ടിൽ പോയി നിൽക്കുക. ഉറപ്പായിട്ട് അവരെന്ത് പറയും, ഓക്കെ ഇരിക്കൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുക, താങ്ക്സ് പറയുക, ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഓക്കെ, വൺസ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും നമ്മുടെ അടുത്ത് ആദ്യം പറയുക, കൃത്യമായിട്ടും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലേ? നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ എന്നുള്ളതായിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കുട്ടികൾക്കും ആദ്യമേ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലേ? നിങ്ങളെക്കുറിച്ച് തന്നെ പറയാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, എവിടെ നിന്ന് വന്നു എന്നുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കണം, നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട്, അതായത് ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവണം. ക്ലിയർ? ദെൻ ഫാമിലി മെമ്പേഴ്സ്, ഹോബീസ്, സ്ട്രോങ് പോയിൻറ്റ്, വീക്ക് പോയിൻറ്റ് മാക്സിമം പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക. സ്ട്രോങ് പോയിൻറ്റ് നിങ്ങൾ പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിനകത്ത് സീറ്റ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ട ഇത്രയും പോയിൻ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, മാക്സിമം നിങ്ങൾ അതിന് അധികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ? മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ഓക്കെ, കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് വളരെ ശ്രദ്ധിക്കുക, ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. ഓക്കെ, ഒരു കുറവും നിങ്ങൾ വയ്ക്കരുത്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ദെൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്യുക. ക്ലിയർ? അതിന് മാത്രം ആൻസർ ചെയ്യുക. ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാരം കൊണ്ട് അവർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഒരു സാഹചര്യം കൊടുക്കരുത്. ക്ലിയർ? ഈ പറയുന്ന കാര്യം വളരെ ലൗഡായിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിയർ? ലൗഡായിട്ട് തന്നെ സംസാരിക്കുക. അവിടെ ഒരിക്കലും അയ്യോ സോറി പാർഡൺ എന്നൊന്നും ഒരു വാക്കൊന്നും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൊടുക്കുകയും ചെയ്യരുത്. ക്ലിയർ? ലൗഡായിട്ട് പറയുക, ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, മുഖത്ത് തന്നെ നോക്കുക. സംസാരിക്കുമ്പോൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൈഡിലോട്ടൊക്കെ നോക്കുന്ന ഏർപ്പാടോ ഒന്നും ചെയ്യരുത്. ക്ലിയർ?
നമ്മുടെ ഫോക്കസ് എപ്പോഴും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആളിൽ തന്നെ ആയിരിക്കണം. മോസ്റ്റ്ലി നല്ല നല്ല കമ്പനികളാണെങ്കിൽ അവർ ഒരാൾ മാത്രം ആയിരിക്കത്തില്ല ഉണ്ടാവുക, അവരുടെ കൂടെ എന്തായാലും ഒരു 2-3 മെമ്പേഴ്സ് ഉറപ്പായിട്ടുണ്ടാവും. ഇവരുടെ പല ക്വസ്റ്റ്യൻസും പല സൈഡിൽ നിന്ന് വരും. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കാൻ വേണ്ടി പറ്റണം. ക്ലിയർ. ദെൻ അടുത്ത് വേണ്ടത് സബ്ജക്റ്റ് നോളജാണ്. നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് നമ്മൾ പഠിച്ച ഒരു കോഴ്സാണെങ്കിൽ ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ സബ്ജക്റ്റ് നോളജ് ഭയങ്കരമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ക്ലിയർ. ഒരു പരിധിവരെയും ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് നോളജ് ചില കാഴ്ചപ്പാട്, ചിലപ്പോൾ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ചെറിയ രീതിയിലൊന്ന് കണ്ണടയ്ക്കും. ക്ലിയർ. അപ്പോൾ നമ്മൾ വളരെ ജെന്യൂനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ പെർമിഷൻ എടുക്കുന്നു, അകത്ത് കയറുന്നു, ദെൻ അവരെ ഫ്രണ്ടിൽ വരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കൈ അളവിനും ഫ്രണ്ടിലോട്ട് നിൽക്കുക, ഒത്തിരി ക്ലോസ് ആവാൻ നിൽക്കരുത്. അങ്ങനെ നിൽക്കുക. അവിടെ പറഞ്ഞ് പെർമിഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഇരിക്കുക. ദെൻ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ലൗഡായിട്ട് സംസാരിക്കാൻ പറ്റുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുക. ഇത്രയും സംസാരിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഓക്കെ ആയി. ക്ലിയർ. ഏകദേശം ഓക്കെ ആയി. ദെൻ പ്രൊഡക്റ്റ് നോളജ്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ 100% നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യും. ക്ലിയർ. ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഹോളിനകത്ത് കയറുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിച്ചത്. അതിന് മുന്നേ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മളെ ഡ്രസ് കോഡ്. നമ്മളെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാവണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമുക്കുണ്ടാവണം. ഓക്കെ. എപ്പോഴും ലൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സ് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് ധരിക്കാൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ഓക്കെ ആയിരിക്കാം. അപ്പോൾ ഈ 2 പാറ്റേൺ ആയിരിക്കും നോർമലി ഇൻ്റർവ്യൂവിന് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഡ്രസ്സിൻ്റെ ഈ ഒരു കോംബോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഓക്കെ. ഇത് തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മളിലോട്ട് അവരെന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ടാവണം. ഡ്രസ്സ് അയൺ ചെയ്യണം, ചുണുങ്ങി കിടക്കാൻ വേണ്ടി പാടില്ല. ക്ലിയർ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫുൾ സ്ലീവ് ആയിരിക്കണം നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവേണ്ടത്. ഓക്കെ. ഈ ഒരു കാര്യങ്ങൾ ഡ്രസ്സിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്ലസ് മാർക്ക് ഉറപ്പായിട്ട് വീഴും. ക്ലിയർ. ദെൻ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്. ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും താടി അലവ് ചെയ്യത്തില്ല. ക്ലിയർ. അപ്പോൾ താടി ഉണ്ടാവാൻ പാടില്ല. ഹെയർ നന്നായിട്ട് കോംബ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ പോർഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിജയിക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മൾ ഹോളിനകത്ത് കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡ്രസ് കോഡ്, ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്. അടുത്തതായി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ബയോഡേറ്റ നിർബന്ധമാണ്. ക്ലിയർ. പ്രോപ്പർ ബയോഡേറ്റയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഡേറ്റ മിനിമം 2 പേജസ് മതിയാവും. ഓക്കെ. അതിനപ്പുറം നിങ്ങൾ ബയോഡേറ്റ ചെയ്യാതിരിക്കുക. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദെൻ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പേജസും എന്തായാലും കൂടുതലുണ്ടാവും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 പേജസ് മതിയാവും. ക്ലിയർ. അപ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ വളരെ സത്യസന്ധമായിരിക്കണം. ഒരു കാരണവശാൽ കഴിഞ്ഞാലും ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോയി ഇരിക്കുമ്പോൾ അവർക്ക് ചോദിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് ഒരു കാരണവശാൽ കഴിഞ്ഞാൽ. ക്ലിയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബയോഡേറ്റ വളരെ പ്രോപ്പറായിട്ടൊരു ബയോഡേറ്റ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ക്വാളിഫിക്കേഷൻ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. സപ്പോസ് ഇപ്പം നമ്മുടെ ആ ഒരു പ്രൊഫൈലിനെ മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ക്ലിയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ മസ്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് മറ്റു കുട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ ഒരു പടിയും കൂടെ മുന്നിലോട്ട് നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബയോഡേറ്റയ്ക്കകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം. ക്ലിയർ. ഏറ്റവും താഴെ നമ്മുടെ സിഗ്നേച്ചർ മസ്റ്റാണ്. ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾ വിട്ടു പോണ കാര്യങ്ങളാണ്. ഓക്കെ. പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ ഇതായിരിക്കണം ഏറ്റവും ലാസ്റ്റ് വരേണ്ടത്. ക്ലിയർ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മളെ സിഗ്നേച്ചർ കാണിച്ചിട്ടുണ്ടാവണം. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇവർ എത്രയാണ് സാലറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് എത്രയാണ് സാലറി എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സാലറി ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ അതിന് മുന്നേ തന്നെ ഈ സ്ഥാപനം എത്ര രൂപയാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് സാലറി കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ഇല്ല എങ്കിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ആസ് പെർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു വാക്ക് നമുക്ക് പറയാൻ സാധിക്കണം.
ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ ആ പർട്ടിക്കുലർ പോസ്റ്റിന് ഒരു നിശ്ചിത എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ട് നമുക്ക് ധാരാളം മതിയാവും. എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, എങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആവറേജ് നമ്മളെ എക്സ്പെക്റ്റേഷൻ, നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കൊരു സാലറി പറയാൻ സാധിക്കണം. എങ്കിൽ ഫൈൻ. അത് നമ്മളെ കോൺഫിഡൻസിന് അവരെന്ത് ചെയ്യുന്നു, അവർ മെഷർ ചെയ്യുന്ന ഒരു സാധനമാണത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റണം. ദെൻ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്പനി സെലക്ട് ചെയ്തു എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. എങ്ങനെ പറയണം? എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ നോളജ് എനിക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിലൂടെ കമ്പനിക്ക് വളരാനും സാധിക്കും, അതോടൊപ്പം എനിക്ക് പേഴ്സണലായിട്ടൊരു ഗ്രോത്തും ഉണ്ടാവും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ? അല്ലാണ്ട് നമുക്ക് സമയം ഇല്ല, ഒരു 6 മാസം ടൈമുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലിക്ക് വന്നതാണ്, അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വന്നതാണ് എന്നൊരു കാരണവശാലും പറഞ്ഞു കളയരുത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ആ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ? വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അഡീഷണൽ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ നോളജ് മസ്റ്റായിട്ട് ഉണ്ടാവണം. ഓക്കെ? അത് 6 മന്ത് കോഴ്സ് ആണെങ്കിലും 3 മന്ത് കോഴ്സ് ആണെങ്കിലും 2 മന്ത് കോഴ്സ് ആണെങ്കിലും ഏതാണെങ്കിലും. ഓക്കെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിങ്ങളെ സെലക്ട് ചെയ്യും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. ഓക്കെ? മെയിനായിട്ട് വേണ്ട ഒരു കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സെലക്ട് ചെയ്യും. ഞാൻ ഈ മേളിലോട്ട് ഫസ്റ്റിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തറവായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ഇൻ്റർവ്യൂവിലോട്ട് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ? താങ്ക് യു സോ മച്ച്.